നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. തദ്ദേശ വിധി എഴുതി കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 75.75% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രണ്ട് ഘട്ടങ്ങളിലുമായി 73.51% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 7 വടക്കൻ ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത്. മികച്ച വിജയം നേടാനാകുമെന്നാണ് മുന്നണികളുടെ ആത്മവിശ്വാസം. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഒരു മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണം. ഇനി ഫലമറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ഫസ്റ്റ് ഫേസിൽ 70.91% ആയിരുന്നു. സെക്കൻഡ് ഫേസിൽ ഇതേവരെയുള്ള കണക്ക് പ്രകാരം 75.74%. വളരെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രണ്ടാം ഘട്ടമായ ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസും നടി ആക്രമിക്കപ്പെട്ട സംഭവവും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി. വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസവുമായി നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്ത് UDF ബൂത്ത് ഏജന്റിനും പട്ടുവത്ത് LDF ബൂത്ത് ഏജന്റിനും മർദ്ദനമേറ്റു. പാലക്കാട് വണ്ടാഴി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി സജിത വിപിനെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി നൽകി. മലപ്പുറം മൊറയൂരിൽ സഹോദരന്റെ വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടി. വടക്കാഞ്ചേരി നഗരസഭ 20-ാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. കാസർഗോഡ് കുമ്പടാജയിൽ LDF-ന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി K പ്രകാശിന്റെ വീടിന് സമീപത്ത് നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തി. കാസർഗോഡ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 6-ാം വാർഡിൽ മദ്യപിച്ചെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥനെ മാറ്റി. കണ്ണൂർ മൊറാഴ സൗത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ലോട്ടറി വിൽപ്പന തൊഴിലാളി KP സുധീഷാണ് മരിച്ചത്. UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റിയിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് 11-ാം വാർഡിൽ വിവാഹ വസ്ത്രത്തിൽ വധു വോട്ട് ചെയ്യാനെത്തിയത് കൗതുകമായി. ജിൻഷിതയാണ് വോട്ട് ചെയ്യാനെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP നേതാവ് K സുരേന്ദ്രൻ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കണ്ണൂർ പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് LP സ്കൂളിലായിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വോട്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവർ വോട്ട് ചെയ്തപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഇക്കുറിയും വോട്ട് ചെയ്യാനായില്ല. MV ഗോവിന്ദന് വോട്ടുള്ള ആന്തൂർ നഗരസഭയിലെ വാർഡിൽ CPIM സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇത്. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിലായിരുന്നു മുതിർന്ന CPI നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടിക്ക് വോട്ട്. സ്പീക്കർ AN ഷംസീർ തലശ്ശേരി പുന്നോൽ LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണല്ലോ. സ്പീക്കറും എല്ലാവർക്കും തുല്യ ഒരു വോട്ടാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും നേരത്തെ ക്യൂവിൽ നിൽക്കുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെ സ്പീക്കറും ക്യൂവിൽ നിൽക്കുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ പായം പഞ്ചായത്തിലും മുൻ അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂർ കോർപ്പറേഷനിലും വോട്ട് ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPക്ക് പാലക്കാടായിരുന്നു വോട്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ രാവിലെ 7 മണിയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. KK രാമ MLA വടകര നെല്ലാച്ചേരി UP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള കോഴിക്കോട് തിരുത്തിയാടും, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കോഴിക്കോട് മൊടക്കലൂരും വോട്ട് രേഖപ്പെടുത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന് കോഴിക്കോട് കാരപ്പറമ്പ് ഹൈസ്കൂളിലായിരുന്നു വോട്ട്. 24 കോഴിക്കോട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച സാംസ്കാരിക സിനിമാ പ്രവർത്തകർ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വിദേശത്തു നിന്നാണ് വോട്ട് ചെയ്യാൻ തൃശൂർ നാട്ടികയിലെത്തിയത്. വോട്ട് ചെയ്യുന്നതിന് മാത്രമായാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ബാങ്കോക്കിൽ നിന്ന് നാട്ടിലെത്തിയത്. സ്വകാര്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ MA യൂസഫ് അലി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നാട്ടികയിലെത്തി വോട്ട് ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിലെ 8ാം വാർഡിലായിരുന്നു എഴുത്തുകാരൻ T. പത്മനാഭന് വോട്ട്. സംവിധായകൻ സത്യൻ അന്തിക്കാട് തൃശൂരിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുടയിലായിരുന്നു നടൻ ടൊവിനോ തോമസിന് വോട്ട്. നടൻ ജോയ് മാത്യു കോഴിക്കോട് മലാപ്പറമ്പിലും ഇടവേള ബാബു ഇരിങ്ങാലക്കുടയിലും വോട്ട് രേഖപ്പെടുത്തി. ശബരിമല അയ്യപ്പൻ എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ പ്രതിഫലിക്കും. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മള് ജനം അത്ര മോശക്കാരൊന്നുമല്ല. അബു സലീമിന് വയനാട്ടിലായിരുന്നു വോട്ട്. വികസനത്തിനാണ് വോട്ടെന്ന് പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധി കൂടിയായ PP കുഞ്ഞികൃഷ്ണൻ. കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു നടന്റെ പ്രതികരണം. വികസനം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. എന്തായാലും വികസനത്തിനൊരു വോട്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ ഉണ്ണിരാജ ശബരിമല വിഷയത്തിലും പ്രതികരിച്ചു. അയ്യപ്പന്റെ അടുത്ത് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരനുഭവിക്കും. അത് വർഷത്തെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ന്യൂസ് ഡെസ്ക് 24. ക്രിസ്മസ് അവധി പുനഃക്രമീകരിച്ച സർക്കാർ. സ്കൂൾ അടയ്ക്കുന്നത് ഒരു ദിവസം കൂടി നീട്ടി. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയാണ് സ്കൂൾ അവധി. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, വിവരങ്ങൾ. പ്രവിധ, വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം 24 മുതൽ 4 വരെയാണ് ക്രിസ്തുമസ് ന്യൂ ഇയർ അവധിയായി വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഡിസംബർ 23 സ്കൂൾ അടച്ച് ജനുവരി 5 സ്കൂൾ തുറക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഒരു അവധി പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നതും ആദ്യഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നീട്ടിവെച്ചിരുന്നു. അതുപോലെ തന്നെ പല സ്കൂളുകൾ ഈ പോളിംഗ് സ്റ്റേഷനും കൗണ്ടിംഗ് റൂമുകളും ഒക്കെ ആയിട്ട് മാറ്റിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് അവധി നീട്ടിവെച്ചിരിക്കുന്നത്. 23 സ്കൂൾ അടക്കം. അങ്ങനെ 24 മുതൽ വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും. നേരത്തെ 23 സ്കൂൾ അടക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. 23 മുതൽ അവധിയായിരുന്നു. എന്നാൽ പുതിയ തീരുമാനപ്രകാരം 24 മുതൽ ജനുവരി 4 വരെയാണ് അവധി ഉണ്ടാവുക. ജനുവരി 5 സ്കൂൾ വീണ്ടും തുറക്കും. പ്രവിധ. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം പ്രമാണിച്ച് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 10 പ്രത്യേക ട്രെയിനുകളാണ് അനുവദിച്ചത്. ഈ ട്രെയിനുകൾ 38 സർവീസുകൾ നടത്തും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, എങ്ങനെയാകും ട്രെയിനുകളുടെ സർവീസ് വിവരങ്ങൾ? പ്രവിധ, പ്രധാനമായിട്ടും ഈ ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാല സമയങ്ങളിൽ സാധാരണയായി യാത്രക്കാരുടെ ഒരു തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനുകൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തിനായി അനുവദിച്ചിരിക്കുന്നത്. 10 പ്രത്യേക ട്രെയിനുകൾ 38 സർവീസുകളായിരിക്കും നടത്തുക. യാത്രാ സൗകര്യം സുഗമമാക്കുന്നതിനായാണ് ഈ ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് റെയിൽവേ മന്ത്രാലയം അറിയിക്കുന്നത്. ഡൽഹി, തിരുവനന്തപുരം, ബാംഗ്ലൂരു, തിരുവനന്തപുരം, വഡോദര, എറണാകുളം, ബാംഗ്ലൂരു, കൊല്ലം റൂട്ടുകളിലാണ് ഈ സർവീസുകൾ നടത്തുക. ഈ യാത്രാ സൗകര്യം പ്രത്യേകിച്ച് ഇപ്പോൾ വിമാന സർവീസുകളിൽ ചില പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 10 ട്രെയിനുകൾ ഈ അവധിക്കാലം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ പ്രത്യേക ട്രെയിനുകൾ കേരളത്തിനായി അനുവദിച്ചിരിക്കുന്നത്. പ്രവിധ. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോകും മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കോട്ടയം പാല തെക്കേക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. ആലപ്പുഴ കളർകോട് സ്വദേശി വിപിനാണ് മരിച്ചത്. മദ്യലഹരിയിലുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ആരാണ് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത്? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം? പ്രവിധ, ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ച്, പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഒരു സുഹൃത്ത് തന്നെയാണ് ഇയാൾക്കൊപ്പം ഇവിടെ എത്തിയ, ആലപ്പുഴയിൽ നിന്നെത്തിയ ബിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മുരിക്കുംപുഴയിലുള്ള ഒരു വീട്ടിൽ ജോലിക്ക്, അതായത് ഈ വീട് നിർമ്മാണമായിരുന്നു, ആ ജോലിക്ക് വേണ്ടി വന്നതാണ്. അടുത്ത ദിവസം ഈ വീടിന്റെ പാലുകാച്ചിലാണ്. അതിനു മുമ്പ് ഇന്ന് അവിടെ ഒരു മദ്യസൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പങ്കെടുത്ത് ശേഷമാണ് ഈ തർക്കമുണ്ട്. അവിടുന്ന് മടങ്ങിയ ശേഷമാണ് ഈ തർക്കം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തർക്കത്തിനൊടുവിൽ ഈ ബിബിനെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു
എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവം അറിയാതെ അല്ലെങ്കിൽ ഇയാൾ മരിച്ചതറിയാതെ ഈ ആശുപത്രിയിലേക്ക് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി എത്തുകയുണ്ടായി. അപ്പോൾ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെ കൂടി കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് കുത്തിയതെന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. അത് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അതിന്റെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം പാലാ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടെത്തി വോട്ട് ചെയ്തു. 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് രാഹുലിനെ തേടി സംസ്ഥാനവും കർണാടകയും തമിഴ്നാട് മരിച്ചു പിറക്കിയ പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് രാഹുൽ പാലക്കാടെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്യുമെന്ന് രാവിലെ മുതൽ തന്നെ അഭ്യൂഹം ശക്തമായിരുന്നു. വൈകുന്നേരം 5 മണിയോടെ കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ലൈംഗിക പീഡന പരാതികളിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് പ്രതികരണം. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. പിന്നാലെ മലബാർ ആശുപത്രിയിലെ ക്യാന്റീനിലെത്തി ചായ കുടിച്ചു. ചോദ്യങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ശേഷം MLA ഓഫീസിലേക്ക്. നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് 24. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷയിലെ വാദം നാളെ. പൾസർ സുനി മുതലുള്ള 6 പ്രതികളുടെ ശിക്ഷയിലാണ് നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ വാദം. നാടും സർക്കാരും അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. 6 പേർ കുറ്റക്കാരെന്നും ഗൂഢാലോചന, കൂട്ടബലാത്സംഗം ഉൾപ്പെടെ 12 വകുപ്പുകളും പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്നും വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷയിൽ നാളെ വാദം കേൾക്കും. പ്രതികളുടെ ശിക്ഷയും ഹണിയം വർഗീസിന്റെ ബെഞ്ച് വിധിച്ചേക്കും. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക. അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. KPCC പ്രസിഡന്റ് ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDF-ലും ഇല്ല, കോൺഗ്രസിലും ഇല്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കോടതിയെല്ലാം ശരിയായി മനസ്സിലാക്കിയെന്ന് വിധിയിൽ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയ കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത്? ഈ പെൺകുട്ടിയുടെ നേരെ നടക്കാൻ പാടില്ലാത്ത സംഭവം അത് നടന്നിരിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും ഭയാനകമായ കാര്യം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് നടൻ ടൊവിനോ തോമസ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ദിലീപ് സിനിമാ സംഘടനകളിലേക്ക് വരുന്ന കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പ്രതികരണം. 24 കൊച്ചി. മസാല ബോണ്ട് ഇടപാടിലെ ED നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയിൽ. ED നടപടി നിയമവിരുദ്ധം എന്നാണ് ഹർജി. വികസന പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല എന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് EDയുടെ നടപടിയെന്നും ഹർജിയിൽ കിഫ്ബി വ്യക്തമാക്കി. മസാല ബോണ്ട് ഇടപാടിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ED ചെയർമാൻ മുഖ്യമന്ത്രിക്കടക്കം നോട്ടീസ് അയച്ചത്. ഇതിനെതിരെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. ED നടപടി നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണ്. വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല, തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ED നോട്ടീസെന്നും കിഫ്ബി കോടതിയിൽ പറഞ്ഞു. എന്നാൽ കിഫ്ബി നിലപാട് ED തള്ളി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടിക്കെതിരെ ആദ്യം അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത്. ഫെമ അഡ്ജൂഡിക്കേഷൻ ചട്ടപ്രകാരം ട്രൈബ്യൂണലിനെ സമീപിച്ച ശേഷമേ കോടതിയെ സമീപിക്കാവൂ എന്നും
ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി. ഹർജി ഇടക്കാല ഉത്തരവിനായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. 24 കൊച്ചി. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ഇൻഡിഗോ. നഷ്ടപരിഹാരമായി 5000 രൂപ മുതൽ 10,000 രൂപ വരെ നൽകും. പ്രതിസന്ധി ഗുരുതരമായി ബാധിച്ചവർക്ക് പ്രത്യേക വൗച്ചറുകളും നൽകും. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് DGCA ആസ്ഥാനത്ത് വിശദീകരണം നൽകി. യാത്രയ്ക്ക് തൊട്ടു മുൻപുള്ള 24 മണിക്കൂറിനുള്ളിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയ യാത്രക്കാർക്കാണ് ഇൻഡിഗോ നഷ്ടപരിഹാരം നൽകുക. യാത്രാ ദൈർഘ്യമനുസരിച്ച് 5000 രൂപ മുതൽ 10,000 രൂപ വരെ നൽകും. ഡിസംബർ 3, 4, 5 തീയതികളിൽ ഉപഭോക്താക്കളിൽ ചിലർ മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയെന്നും പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ച ഇത്തരം യാത്രക്കാർക്ക് 10,000 രൂപയുടെ യാത്രാ വൗച്ചർ നൽകുമെന്നും ഇൻഡിഗോ അറിയിച്ചു. അടുത്ത 12 മാസത്തേക്ക് ഇൻഡിഗോയുടെ ഏത് യാത്രയ്ക്കും ഈ വൗച്ചറുകൾ ഉപയോഗിക്കാം. വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ച റീഫണ്ടുകൾക്ക് പുറമെയാണ് ഈ നഷ്ടപരിഹാരം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശമനുസരിച്ച് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് DGCA ആസ്ഥാനത്ത് ഹാജരായി. നിലവിലെ പ്രവർത്തനങ്ങൾ, റീഫണ്ട്, ഷെഡ്യൂളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സമർപ്പിച്ചതായാണ് വിവരം. ആഭ്യന്തരവും അപ്രതീക്ഷിതവുമായ സാഹചര്യങ്ങളെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന് ഇൻഡിഗോ ചെയർമാൻ വിക്രം സിംഗ് മേത്ത വ്യക്തമാക്കി. ബംഗളൂരു, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഇൻഡിഗോയുടെ 70ഓളം സർവീസുകൾ ഇന്ന് റദ്ദാക്കിയതായാണ് വിവരം. 24 ഡൽഹി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ഈ മാസം 19 വരെയാണ് മേള. 82 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മേളയുടെ ഭാഗമാണ്. ലോക സിനിമാ കാഴ്ചകൾക്ക് തിരുവനന്തപുരം ഒരുങ്ങി. നാളെ മുതൽ 19 വരെയാണ് തലസ്ഥാനത്ത് ചലച്ചിത്രമേള. 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. പലസ്തീൻ ജനതയുടെ പ്രതിരോധവും ചരിത്രവും പറയുന്ന ആൻമേരി ജാസിറിന്റെ പാലസ്തീൻ 36 ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. ലിജോ മോൾ ജോസ് മേളയുടെ ആദ്യ ഡെലിഗേറ്റായി. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ 30ാമത് IFFK നടത്തണമെന്ന ആവശ്യങ്ങളോട് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരന്റെ പ്രതികരണം ഇങ്ങനെ: അവൾക്കൊപ്പമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ IFFK? ഈ അംഗീകരിക്കുമോ? നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തും എങ്ങനെയും വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കാം. അങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. IFFK തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഉദ്ഘാടനം നാളെയാണ്. വെയിറ്റ്. ഇത്തവണ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്താനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്കാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ നാളെ മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. കേരളത്തിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ടും പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോയും ചേർന്ന് വിവോയുടെ പുതിയ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ വിവോ X300ന്റെ പ്രകാശനവും ആദ്യ വിൽപ്പനയും നടത്തി. കോട്ടയം SH മൗണ്ടിലെ ഐത്തൂസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഓക്സിജന്റെയും വിവോയുടെയും പ്രധാന ബിസിനസ് മേധാവികളും എക്സിക്യൂട്ടീവുകളും പങ്കെടുത്തു. ചലച്ചിത്ര താരങ്ങളായ വീണ നന്ദകുമാർ, അഞ്ജലി നായർ, ആവണി, വിവോ ഇന്ത്യ की അക്കൗണ്ട്സ് മേധാവി രോഹിത് ബർമൻ, വിവോ കേരള അക്കൗണ്ട്സ് മേധാവി ശ്രീ വിമോദ് നായർ, വിവോ കേരള ബിസിനസ് ഓപ്പറേഷൻ മേധാവി പ്രസാദ്, ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോടും മലപ്പുറത്തും കാറുകൾക്ക് തീപിടിച്ചു. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജിലെ പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന കാറിനും മലപ്പുറം വളാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനുമാണ് തീപിടിച്ചത്. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജിലെ പാർക്കിംഗിൽ നിർത്തിയിട്ട നാനോ കാറിനാണ് തീപിടിച്ചത്. തീ കത്തുന്നത് കണ്ട ആശുപത്രി ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ തീ നിയന്ത്രണ വിധേയമാക്കി. മുക്കം അഗ്നിരക്ഷാസേനയാണ് തീ പൂർണ്ണമായും അണച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വട്ടപ്പാറ വയഡറ്റ് പാളത്തിൽ വെച്ചാണ് സംഭവം. ആർക്കും പരിക്കില്ല. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്. മഹാരാഷ്ട്രയിൽ പുലിപ്പേടി മാറുന്നില്ല. റായ്ഗഡിൽ 5 പേരെ ആക്രമിച്ച പുലിയെ ഇനിയും കണ്ടെത്താനായില്ല. പുലികളെ പിടികൂടി ആഫ്രിക്കയിലേക്ക് അയക്കുന്നതടക്കം സർക്കാരിന് മുന്നിലുണ്ടെന്ന് മഹാരാഷ്ട്ര വനം മന്ത്രി പറഞ്ഞു. തീരദേശ വിനോദസഞ്ചാര മേഖലയായ അലിബാഗിൽ ഇറങ്ങിയ പുലി എവിടേക്ക് മുങ്ങിയെന്ന് ഇനിയും കണ്ടെത്താനായില്ല. ഇതോടെ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവും കുറഞ്ഞു.
നാഗ്പൂരിലെ പർദിയിൽ 10 പേരെ ആക്രമിച്ച പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടിയത് ഇന്നലെയാണ്. നിയമസഭയിലേക്ക് പുലിവേഷത്തിലെത്തി പൂനെയിലെ ജുന്നാറിൽ നിന്നുള്ള MLA പ്രതിഷേധിച്ചിരുന്നു. 3 മാസത്തിനിടെ 55 പേരാണ് ഈ മേഖലയിൽ നിന്ന് പുലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് പുലികളുടെ എണ്ണം വൻതോതിൽ കൂടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുലികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കാട്ടിലേക്ക് ആടുകളെ അയക്കാനുള്ള പദ്ധതി വനം വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പുലി ഇറങ്ങിയാൽ അലേർട്ട് നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവും നടപ്പാക്കുമെന്നും മന്ത്രി പറയുന്നു. കേന്ദ്ര അനുമതി ലഭിച്ചാൽ പുലികളെ പിടികൂടി ആഫ്രിക്കയിലേക്ക് അയക്കാനും സർക്കാർ ആലോചിക്കുന്നു. ജാംനഗറിലെ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പുലികളെ പിടികൂടി മാറ്റാനും അനുമതി തേടും. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലായി 200 കെണികൾ ഉടനെയും 1000 കൂടുകൾ പിന്നാലെയും സ്ഥാപിക്കാനുള്ള നടപടിയും തുടങ്ങി. 24 മുംബൈ. ലൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.